എൻ്റെ പേര് സൈമൺ. ഞാൻ തൃക്കാക്കര നഗരസഭ 31-ാം ഡിവിഷനിലെ കൗൺസിലറാണ്. ഇവിടുത്തെ ഒരു ഹോണ്ടഡ് പ്ലേസിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കുകയാണ് താങ്കൾ. തീർച്ചയായിട്ടും വാരിക്കൂരി ചിറ. ഈ ചിറക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇതിൽ ഇടപെടാനുള്ള കാരണം ഇതിനകത്ത് പഴമക്കാർ പറയുന്നത് ഇതിന്റെ നടുവിലൊരു വലിയ കിണറുണ്ടെന്നും അതിന്റെ അകത്ത് ഒരു അദൃശ്യമായിട്ടുള്ള ശക്തി ഉണ്ടെന്നൊക്കെ. അതുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരു 50-55 വർഷത്തിന് മേലെ ആളുകൾക്ക് വരാണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ, പേടിച്ചിട്ട്. അതിന്റെ പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിന് കുറച്ച് എൻക്രോച്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ നമ്മൾ ഒഴിപ്പിച്ചാണ് എൻക്രോച്ച്മെന്റ് ഒക്കെ. ഇപ്പോഴും കോടതിയിൽ കേസാണ്. 4 വർഷത്തോളം നമ്മൾ ഹൈക്കോടതിയിൽ കേസ് എടുത്തിട്ടാണ് ഇതിന്റെ ഒരു പെർമിഷൻ കിട്ടിയത് പണിയാനായിട്ട്. ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ നാട്ടിലുള്ള ആളുകളുടെ ആവശ്യങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടേതായിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാനുണ്ടായ സാഹചര്യം. കുറെ വർഷത്തെ പണിയാണ് താങ്കളുടെ അല്ലേ? തീർച്ചയായിട്ടും വർഷങ്ങളോളം ഇതിനകത്ത് പണിയെടുത്ത് എന്ന് വെച്ചാൽ നിയമപരമായിട്ട് തന്നെ 4 വർഷം നമ്മുടെ വേസ്റ്റായി. പുതിയ തലമുറയ്ക്ക് ഇതിങ്ങനെ അന്യം നിന്ന് പോയാണ് ഈ ചിറ. ഇത് കുളമായിരുന്നു. കാരണം കാട് പിടിച്ച് അതിൻ്റെ ഒരു പഴയ പിക്ചർ കണ്ടെങ്കിൽ നമുക്ക് പേടിയാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കാടായിരുന്നു. ഇങ്ങോട്ട് ആർക്കും വരാനേ തോന്നില്ല. എൻട്രൻസ് വരെയൊക്കെ വരുള്ളൂ ആളുകൾ. തിരിച്ചു പോകും. ഉച്ച സമയത്തൊക്കെ ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞ പഴമക്കാർ പറഞ്ഞുള്ള ഒരു പേടി പിള്ളേർക്ക് ഉണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു കയ്യേറ്റം. ഈ എൻക്രോച്ച്മെന്റ് ഉള്ള ആളുകൾ തന്നെ ഇതൊക്കെ അടിച്ച് പരത്തി മനുഷ്യനെ പറ്റിച്ച് ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മളിതിനകത്ത് ഇടപെട്ടത്. അപ്പോൾ ആളുകൾ പറയും നന്നാക്കാൻ വന്നവരെയൊക്കെ ഇങ്ങനെ അദൃശ്യ ശക്തികൾ പിടിക്കും. ആദ്യമൊക്കെ 2003 ഇതിന്റെ കേസ് നടത്തിക്കൊണ്ട സമയത്ത് എനിക്ക് ചെമ്പൂങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴും ആളുകൾ ഇതുപോലെ പറഞ്ഞിരിക്കും, അവനോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ചിറയിൽ പോയി തൂങ്ങരുത്, അതിന്റെ പ്രവർത്തനത്തിൽ ഇടപെടരുതെന്നൊക്കെ. ഇപ്പൊ ഇത് അടിപൊളിയാക്കാൻ വേണ്ടി ആ ശക്തി നമ്മുടെ കൂടെ കൂടിയെന്നല്ലേ. അപ്പൊ അദൃശ്യത ഇപ്പൊ കുളത്തിൽ നിന്ന് കയറി കരപ്പേ കയറിയിരിക്കുന്നത് അതിനെ എവിടെയാണ് നിർത്തേണ്ടത് നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി ഇവിടെ. അതായത് ഇത് കേസ് നടത്താൻ നല്ലൊരു സാമ്പത്തികം തന്നെ. 4 വർഷം ഹൈക്കോടതിയിൽ കേസ് എടുത്തുകൊണ്ട് നിസ്സാര പ്രശ്നമല്ല. ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ കുറെ നല്ല മനസ്സിലായിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്തത്. അടിപൊളി. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇപ്പൊ ഇത് പുതുക്കി പണിഞ്ഞപ്പോൾ ചെയ്തിരിക്കുന്നത്? ബേസിക് മാറ്റം എന്ന് പറയുന്നത് എനിക്ക് കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒരു പിക്ചർ എൻ്റെ ഭാവനയിൽ തന്നെ ഞാൻ ആദ്യമേ ഇത് ഒരു 3D ഉണ്ടാക്കിയിരുന്നു. ആദ്യമായിട്ട് ഇതുപോലെ തന്നെ അങ്ങനെ ആ 3D ഇട്ടിട്ടാണ് ഞാൻ ആളുകളെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവന്നതിന്റെ കാരണം. അപ്പോൾ അതിന് കുറെ ആളുകളെ ഏറ്റെടുത്തു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു സൈമൺ എന്ത് വില കൊടുത്തു ഇത് ചെയ്യണം. കാരണം ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കുറച്ചുപേരൊക്കെ നമ്മളൊരു മുഷിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള അതൊക്കെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചെമ്പുമുക്ക് പോലെ ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഹാങ് ഔട്ട് പ്ലേസ് ചുറ്റുവട്ടത്തുകാരെ സന്തോഷിച്ചിരിക്കും. അതെ. തൃക്കാക്കര നഗരസഭയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു കോമൺ പ്രൊജക്റ്റ് ഈ 5 വർഷത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ. അപ്പോൾ 1 കോടി രൂപ മേലാണ് നമ്മുടെ ഇതിന്റെ ബഡ്ജറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ജിം വരുന്നുണ്ട്. ഈ സ്പേസിൽ ഓപ്പൺ ജിം ഉണ്ട്, 6 മെഷീനറി ഉണ്ട്. അടിപൊളി. ഒരു കഫറ്റീരിയ ഉണ്ടെങ്കിൽ പൊളിക്കും. അതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് കഫറ്റീരിയ ആണെന്ന് ആളുകൾ ചോദിക്കുന്നു. പക്ഷെ അതല്ല, അവിടെ നമ്മുടെ ഈ വാർഡിലുള്ള മുഴുവൻ ആളുകൾ വീട്ടമ്മമാരുടെയും പേര് അവിടെ എഴുതി വെക്കുന്ന ഒരു സംവിധാനം. സാധാരണ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആളുകൾ ആ ഉദ്ഘാടകന്റെയും മിനിസ്റ്റർ അവരുടെ പേര് വെച്ചത് ക്ലോസ് ചെയ്യും. ആ ഒരു സ്പേസ് എന്തിനാന്നുള്ളത് നമുക്ക് അവസാനം കേൾക്കാം. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. ഈ നാട്ടിലെ എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം കേട്ടോ നിങ്ങളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ നമ്മൾക്ക് നടക്കാനൊക്കെ പോകണമെങ്കിൽ തന്നെ റോഡിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് ഭയപ്പാടുണ്ട്. വണ്ടികളുടെ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഡിയം വരെ പോകണം. ഇപ്പോൾ ഇത് ഒരു റൗണ്ട് നടന്ന ഏകദേശം 200 മീറ്ററോളം നമുക്ക് റൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 റൗണ്ട് നടന്നു നമുക്ക് 1 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. നമ്മളിപ്പോൾ വായനശാലകൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ ആ ഇടുങ്ങിയ റൂമിൽ പോയിരുന്ന് വായിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ വായനശീലം തന്നെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു റീഡിംഗ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 200ഓളം ബുക്കുകൾ കളക്ഷൻ വന്നിട്ടുണ്ട്. ബുക്ക് തന്നിരിക്കുന്നത് കൈരളി വായനശാല എന്നുള്ള ഒരു കുറച്ചാളുകളുടെയൊക്കെ സ്പോൺസർഷിപ്പിലാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ബോക്സ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ഇന്ന് ബുക്ക് എടുക്കാം, ഇവിടെ ഇരുന്ന് തന്നെ വായിക്കാം, അവിടെ തന്നെ വെക്കുക. അടിപൊളി. കാണാനും ഭയങ്കര വൈബാണ്. ഫുള്ള് ടൈലിട്ടുണ്ട്. ടൈലിന്റെ ഗ്യാപ്പുകളൊക്കെ ഇനി പെയിന്റിങ് ചെയ്യാനുണ്ട്. പിന്നെ അത്യാവശ്യം അവിടെ നമുക്ക് വി ലവ് വാട്ടർ വേൾഡ് എന്നും പറഞ്ഞ ഒരു ലൈറ്റ് ബോർഡ് ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു ലൈറ്റ് ബോർഡ് ഉണ്ട്. അതിനകത്ത് നാടിനൊരു കരുതൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മെട്രോയുടെയൊക്കെ ഫില്ലറയിൽ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ബോർഡ് ഉണ്ട്. അതിനകത്ത് ചാത്തനാഞ്ചിറ ഇപ്പൊ വാട്ടർ വേൾഡ് ആയി. അത് ഇതിനകത്ത് ചാത്തനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കയറി വന്ന ഉടനെ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ലൈറ്റുകളാണ്. ലൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ മോഡലുള്ള ലൈറ്റ് അല്ല ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് ഈ ലൈറ്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഇപ്പൊ നമ്മളെ മനസ്സിലുണ്ടായ ഒരു കൺസെപ്റ്റാണ് ഇങ്ങനത്തെ ഒരു ലൈറ്റ് വേണമെന്ന്. അധികം പൊക്കം പാടില്ല, എന്നാൽ അധികം ലൈറ്റും പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾ അവർ അന്വേഷിച്ചു. അപ്പോൾ അവരുടെ ബേസ് കമ്പനി ഡൽഹിയാണ്. ഡൽഹി കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നമ്മൾ ഇതിന് ഏകദേശം ഒരു ലൈറ്റിന് 27,000 രൂപയോളം വില വരും ഒരു പോസ്റ്റിന് മാത്രം. ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിച്ചാണ് ഇങ്ങനെയുള്ള
തിരഞ്ഞെടുത്തത്. അലൂമിനിയം വിത്ത് കാസ്റ്റ് ആൻഡ് മെറ്റലാണ് മാനുഫാക്ചർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്ത് ഇത്ര % അഡ്വാൻസ് ചെയ്താൽ മാത്രമാണ് അവരത് ചെയ്യുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ 50% അഡ്വാൻസ് കൊടുത്ത് ഡൽഹിയിൽ നിന്ന് 20 ദിവസം ട്രാവൽ ചെയ്ത് വന്ന ഒരു ലൈറ്റാണ് ഈ ലൈറ്റിൻ്റെ പ്രത്യേകത. ഓ ലെജൻഡ് ലൈറ്റ്. എന്താണെങ്കിലും ഇവിടുത്തെ സീറ്റുകളും അടിപൊളിയാട്ടോ. സീറ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കടകളിൽ ചെന്നൊക്കെ അന്വേഷിച്ചു ഇങ്ങനെ മോഡലായിട്ടുള്ള കാസ്റ്റ് ചെയ്യേണ്ട പോലത്തേക്ക്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു ഫണ്ട് അനുവദിക്കും, അതിൽ കൂടുതലാവണം. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിൽ തന്നെ ഇങ്ങനെ ഒരു ചെയർ ഉണ്ടാക്കി എൻ്റെ തന്നെ ഡിസൈനിലാണ് ചെയർ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. കൂടെ പണിതവരുടെയും കുറച്ച് കഴിവുണ്ട്. പിന്നെ ഈ ഹാൻഡ് റെയിലിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനും അവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ മുനിസിപ്പൽ എഞ്ചിനീയറും കൂടി ഒരുപാട് ഡിസ്കഷൻ നടത്തിയിട്ടാണ് ഇത് ചെയ്തത്. പിള്ളേരെ ഒന്നും നിന്നതിൽ ചവിട്ടി കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെയാണ് ഇങ്ങനെ ഇതിൻ്റെ പൈപ്പൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു ഇത്ര ഹൈറ്റൊക്കെ കൂട്ടി വെച്ചിട്ട്. കാരണം ഇതിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 5,80,000 ലിറ്റർ കപ്പാസിറ്റിയാണ് ആ ഓവർഫ്ലോ പൈപ്പ് വന്നു കഴിഞ്ഞാൽ. ഒരു ഓവർഫ്ലോ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡെപ്ത് ഉള്ളതുകൊണ്ട് ഇത്തിരി സേഫ്റ്റി കൂടി തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് ആ കാണുന്ന മതിലുകളിലൊക്കെ പെയിന്റിങ്സ്, കുറെ ക്യാപ്ഷൻസ് ഒക്കെ എഴുതി, കുറെ പടങ്ങളൊക്കെ വരച്ച് അങ്ങനെ ഒരു സംവിധാനം. ഫുൾ ചെടികളാണ് ഇവിടെ. ഈ പ്ലാൻ ബോക്സ് ഒക്കെ നമ്മുടെ ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ഇവിടെ തൃക്കാക്കരയിൽ പല കുളങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്ലാൻ ബോക്സ് വേണമെന്നൊക്കെ നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ വന്ന ഒരു ഐഡിയ കൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കിയത്. മോട്ടിടാം, മോട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിനും ഈ 150 മീറ്റർ എല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിലാണ് അതിന്റെ സംവിധാനം ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു ആളുകൾ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും ലൈറ്റ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ചെടി നനക്കുക അങ്ങനെയുള്ള ഒരാളെ വെക്കാനായിട്ട് മുനിസിപ്പാലിറ്റിനോട് അത് പറയണം. അപ്പോൾ പരസ്യം കൊടുക്കാനുള്ള സംവിധാനം കിട്ടുമ്പോൾ നമുക്കൊരു ഫണ്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് എടുക്കാതെ തന്നെ അത് കൗൺസിൽ തീരുമാനം വേണം അതിന്. ഇവിടെ ഈ ചിറക്കകത്ത് പല നിറത്തിലുള്ള മീനുകൾ ഇങ്ങനെ തത്തിക്കളിക്കുന്നുണ്ട്. അത് വൻ സൈറ്റ് കേട്ടോ. അത് മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000 മറ്റേ പിലോപ്പി എന്ന് പറയുന്ന മീൻ ഓൾറെഡി ഉണ്ട്. അത് ഈ വാർഡിൽ തന്നെയുള്ള ആളുകൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇടുന്നതാണ്. അതുകൂടാതെ ഇവിടെ അടുത്ത് ബാർക്ലി വില്ല എന്ന് പറഞ്ഞൊരു വില്ലയുണ്ട്. അവിടുത്തെ ഒരു അസോസിയേഷൻകാർ എന്നെ വിളിച്ചിട്ടും പറഞ്ഞു ഞങ്ങൾക്ക് അതിനുള്ളിൽ കുറച്ച് മീൻ ഇടാനായിട്ട് കുറച്ച് ഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മീനുള്ള ആളുകളെ പരിചയപ്പെടുത്തി തരാം. അങ്ങനെ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്നാണ് കോയിക്കാർപ്പ് എന്ന് പറഞ്ഞ മീൻ. അതിന് ഒരെണ്ണത്തിന് 100 രൂപയാണ്. അങ്ങനെ 100 എണ്ണത്തിന് 10,000 രൂപയുടെ മീൻ അവർ തന്നെ സ്പോൺസർ ചെയ്തിട്ട് അവർ തന്നെ ഇട്ടിരിക്കണം അതിനകത്ത്. അങ്ങനെ ആളുകൾ പേടിച്ചിരുന്ന ഒരു കുളം ഇപ്പോൾ വിലപിടിപ്പുള്ള വാട്ടർ വേൾഡായി മാറി. കുളമായി മാറി. ഇപ്പൊ ആളുകൾ വന്നിട്ട് അതിന് ഫീഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച ഒഫീഷ്യലി നടക്കും. ആ ഉദ്ഘാടനം ഭയങ്കര ഡിഫറെന്റ് ആണ്. വീട്ടമ്മമാര് 284 വീട്ടമ്മമാര്. ഇപ്പൊ നമ്മള് മന്ത്രിനെ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു ജനകീയമായിട്ടുള്ള ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് ശരിക്കും മുഴുവൻ വീട്ടമ്മമാരുടെ കൂടി ഉദ്ഘാടനം ചെയ്യണമെന്നായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ വാർഡ് സഭയിൽ പറഞ്ഞു. അപ്പോൾ ജനങ്ങളൊക്കെ അത് ഏറ്റെടുത്തു. വാർഡിലുള്ള മുഴുവൻ വീട്ടമ്മമാരുടെയും അമ്മമാരുടെ കൂടെ പേര് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഭർത്താക്കന്മാരുടെയും പേരും അവിടെ വരും. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ സ്പേസ് തന്നെ ഒഴിച്ചിട്ടിരിക്കുകയാണ് ആ പേരുകൾ എഴുതാൻ. അല്ലാതെ ഇതിനൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ഘാടനത്തിന് നമ്മളൊരു സോയിനർ ഇറക്കിയിട്ടുണ്ട്. ഒരു ബുക്ക് 20 പേജ് അടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ തുടങ്ങി. അതിൻ്റെ അകത്തൊരു ടോക്കൺ ഉണ്ട്. ഈ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഒരു ടോക്കൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചെറുയുടെ ഒരു പടം വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ടോക്കണാണ്. ആ ടോക്കൺ ആ കവറിലിട്ട് നമ്മളവിടെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ട്. അവരിവിടെ വരുമ്പോൾ ആ ടോക്കണായിട്ട് വരണം. അപ്പം നമ്മളിവിടെ അവരുടെ നെയിം എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ടോക്കൻ്റെ നമ്പറിൽ അവരുടെ നെയിം ഉണ്ടാവും. അത് അവർ തന്നെ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യും. എൻ്റെ പിന്നെ സ്വന്തം പേര് സെൽഫായിട്ട് തന്നെ ആച്ഛാദനം ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വീട്ടമ്മയുടെ ഹസ്ബൻഡിൻ്റെയും പേര് ഓൾറെഡി അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ ടോക്കൺ നമ്മൾ കളക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ വെച്ചിട്ട് തന്നെ അത് ഒരു നറുക്കെടുപ്പ്, ഒരു ലെക്കെടുപ്പ് പരിപാടിയായിട്ട് ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ ഒരു വീട്ടിലേക്ക് ഉപകരിക്കാൻ പറ്റുന്ന ഒരു അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപകരണം 20,000 രൂപയുടെ ഫ്രിഡ്ജ് അടക്കം ഏകദേശം 1,00,000 രൂപയുടെ പ്രൈസാണ്. ഓ വെരി ഡിഫറെന്റ് ആൻഡ് അതിഗംഭീരം. ഇതൊക്കെ ചെയ്തതിന് താങ്കൾക്ക് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, ഇതൊക്കെയല്ലേ നാടിന് വരുന്ന മാറ്റങ്ങൾ. ഇതൊക്കെയല്ലേ നമ്മൾ നാട്ടിലെങ്കും പാട്ടാക്കേണ്ടത്. കയ്യടി ടൈം പാസ് ആണ്. ഇവിടെ ഞാനാണ് നീന ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്കും പാട്ടായി.